എല്ലാവർക്കും ജെ ഫോട്ടോ ടാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഏകദേശം 1.5 വർഷമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് മറിയം ത്രേസ്യ, വിശുദ്ധ മറിയം ത്രേസ്യയുടെ വീടും അതുപോലെ തന്നെ വിശുദ്ധ മറിയം ത്രേസ്യ അന്തി ഉറങ്ങുന്ന ഒരു പള്ളിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ വീടിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് മറിയം ത്രേസ്യ ജനിച്ചതും വളർന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. കുറേ ആളെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം കറക്റ്റ് 1.5 വർഷമായി. അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഇനി തുടങ്ങുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, വീണ്ടും തുടങ്ങുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ പറയുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ വീടും അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയുടെ കുറച്ച് കാഴ്ചകളും നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് വരാം. നമ്മളെന്തായാലും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എൻ്റെ ഈ ഒരു വണ്ടിയുണ്ട്, ഈ വണ്ടിയുടെ പേര് ബജാജ് ഫ്രീഡം എന്നാണ്. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. വേറെ ബജാജ് ഫ്രീഡം എന്നുള്ള CNG ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുകൊണ്ടാണ് ഏകദേശം 16-17 കിലോമീറ്റർ ഇപ്പോൾ ഇതിൻ്റെ ഓടി.
ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ചെയ്യണം, പക്ഷേ അത് സമയം കിട്ടിയിട്ടില്ല. അതാണ് മെയിൻ കാര്യം. ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടെ. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകാനായിട്ട് വന്നത്, നിങ്ങളെല്ലാവരും തമ്മിൽ കാണും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് സസ്പെൻസ് ഇടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് വാടാനപ്പള്ളി ബീച്ചിലേക്കാണ്. പിന്നെ അതിൻ്റെ പല കുറേ തമ്മിൽസ് ഉണ്ട്. ഭയങ്കര ശോകമാണ് ഇതിനെ കിടക്കട്ടെ. അയ്യോ, ആ ഒരു സമയത്തെ ഒരു കാഴ്ച അങ്ങനെ ആയിരുന്നല്ലോ പണ്ട്. അതുപോലെ നമ്മൾ നേരെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ വാടാനപ്പള്ളി ബീച്ചിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വാടാനപ്പള്ളി ബീച്ചിൽ എത്തിയിട്ട് ബാക്കി അയച്ചു വേണം. നമ്മളങ്ങനെ വാടാനപ്പള്ളി പോകുന്ന വഴിക്കാണ്. അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു കിട്ടിയൊരു പാടമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പാടത്തിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി നിർത്തിയാണ്. നമ്മുടെ വണ്ടി ഏകദേശം നല്ല അരക്കൊക്കെ കൂടി ചോകാട്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു നല്ലൊരു പാടത്തിൻ്റെ അവിടെ നമ്മൾ വണ്ടി നിർത്തി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ പോകാൻ നോക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വാടാനപ്പള്ളി ബീച്ചിലേക്ക് വന്നു. ഇവിടെ ഒരു 38 കിലോമീറ്റർ സംതിങ് ഉണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മളങ്ങനെ വാടാനപ്പള്ളി ബീച്ചിലെത്തിയിരിക്കുകയാണ്. സൺസെറ്റിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. 5:41 ആയി. അപ്പം നമ്മൾ ബീച്ചിലിങ്ങനെ നിൽക്കുന്നു. പിന്നെ തിരകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. സൺസെറ്റിന് സൂര്യനൊന്നും കാണുന്നില്ല. നമ്മൾ ഫുള്ള് ഒരു ഇരുണ്ട് കിടക്കുന്ന സമയമാണല്ലോ ഇപ്പം. സൂര്യനൊന്നും കാണുന്നില്ല. എന്തായാലും ഇവിടെ വെയിറ്റിംഗ് ആണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചാനൽ ആദ്യം ഇട്ട വീഡിയോ, അതായത് ട്രാവൽ വീഡിയോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വർക്കല ബീച്ചിൻ്റെ ഒരു വീഡിയോ ആണിത്. നടക്കാനും പറ്റാനുള്ള, സംസാരിക്കാനും പറ്റണം. ഓക്കെ, വർക്കല ബീച്ചിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അങ്ങനെ വർക്കല ബീച്ചിൽ തുടങ്ങിയ നമ്മുടെ യാത്ര ഇപ്പോൾ വാടാനപ്പള്ളി ബീച്ചിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഇടയിൽ കുറേ യാത്രകളൊക്കെ ചെയ്തു. പല വീഡിയോസ് എൻ്റെ അടുത്ത് മിസ്സായി. ഞാൻ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്ത പല വീഡിയോസും എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറ്റി. പിന്നെ കുറച്ചാൾ ഈ ഒരു ഫീൽഡിൽ നമ്മളിങ്ങനെ യാത്രകൾ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ചെയ്തിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ എന്താ പറയുക, ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഇനിയും യാത്രകളൊക്കെ വീണ്ടും പഴയ പോലെ തന്നെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബൊക്കെ വീണ്ടും പക്കയാക്കി ഓണാക്കണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ തന്നെ എത്ര ബീച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കുറേ ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഓർമ്മകളൊക്കെ കയവർത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് സത്യം പറഞ്ഞ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ പറയുന്ന കണക്ക് നമ്മുടെ വിറ്റുകളിങ്ങനെ കയറി വരുന്നത് ഇറങ്ങിപ്പോകും. ഒരു സിംബോളിക്കൊരു സംഭവമൊക്കെ ഇങ്ങനെ നിൽക്കാം. ഈ ചെരുപ്പ് മൊത്തം വെള്ളവും കയറി മണ്ണും കയറി. ഓക്കെ, നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മളല്ലാണ്ട് നേരത്തെ കാണിച്ചതൊക്കെ തന്നെ ഈ പറയുന്ന സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. പക്ഷേ സൂര്യാസ്തമയം അങ്ങനെ എത്തിയിട്ടില്ല. സൂര്യനെ കാണാൻ കൂടി കിട്ടുന്നില്ല. ഇതേ കണ്ടില്ലേ, വന്ന സമയത്ത് പാൻറ്റൊന്നും നനയ്ക്കാണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ പാൻറ്റൊക്കെ മൊത്തം നനഞ്ഞ്. എന്തായാലും അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിരയിലൊക്കെ കളിച്ച് നിന്നു. അപ്പോഴത്തേക്കേ തിരയൊക്കെ കൂടി. എന്താ പറയുക, നേരത്തെ വന്ന സമയത്തൊക്കെ ചെറിയൊരു തിരയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ തിരയൊക്കെ കൂടി. കാര്യം ഈ ഹൈ ടൈഡ് വരുന്നതിൻ്റെ ഒരു സമയമായിട്ടുണ്ടല്ലോ ഏകദേശം. അപ്പം അങ്ങനെ തിരയൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അതിൻ്റെ പുറകിലത്ത് എന്തായാലും വരും. എത്തി. ഓ മാൻ, ബീച്ചിലൊക്കെ മൊത്തം ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, തിരയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കടലുമായിട്ട്. നമ്മളിങ്ങനെ കടലിൻ്റെ തിരയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. സൂര്യനൊന്നും കാണില്ല. എനിക്കൊന്ന് ഇന്ന് സൂര്യനൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇവിടെയാണ് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇങ്ങനെ അതുപോലെ വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് അവസാനം സൂര്യനെ എന്തായാലും കണ്ടില്ല. എന്താ പറയുക, ഫുള്ള് സൂര്യാസ്തമയ കാര്യങ്ങളൊന്നും ഇല്ലടേ. എന്താ പറയുന്നേ. അപ്പം അങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. നേരത്തെ കാണിച്ചല്ലോ, ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്കാം. അന്നൂടെ കാണിച്ചേക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സൂര്യമൊന്നും ഇല്ല. ഇപ്പം നമുക്ക് വീട്ടിൽ പോവാടേ. അങ്ങനെ അത്രേ ഉള്ളൂ.
അങ്ങനൊരു വീഡിയോ നമ്മളിങ്ങനെ നമ്മുടെ ഒരു വ്ളോഗ് ഇങ്ങനെ എന്താ പറയുക ഒരു എപ്പിസോഡ് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടേ പ്ലീസ്. കുറേ വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കുറേ ആയി സബ്സ്ക്രൈബേഴ്സും കുറവാണ്. നമുക്ക് എവിടേക്ക് എത്തും എന്ന പ്രതീക്ഷയുണ്ട് നമുക്ക്. പിന്നെന്താ, യാത്രകളൊന്നും ഇഷ്ടമുള്ളതുകൊണ്ടും യാത്ര ഒരിക്കലും നിർത്തത്തില്ല. പിന്നെ യാത്രകൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടെ എടുത്തേക്കാം എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവരെയും കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. വണ്ടി അവിടെ. അപ്പോൾ ഓക്കെ, വണ്ടി എടുക്കാനായിട്ട് പോവാണ്. വണ്ടി അവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും പോവാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഞാനിത് പറയാൻ പറ്റും. ഇത് തൃശ്ശൂരാണ് വരുന്നത്. വാടാനപ്പള്ളി ബീച്ചും വരുന്നത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ മറ്റേ മറിയം ത്രേസ്യ അതും വരുന്നത് തൃശ്ശൂരാണ്. രണ്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഒന്ന് കാണുക. മറിയം ത്രേസ്യയുടെ ഏതായാലും വിശുദ്ധമാണ് മറിയം ത്രേസ്യ. ഓക്കെ, നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ എഴുതിയായിരിക്കും. എല്ലാവർക്കും ബൈ ആൻഡ് സൈനിങ് ഓഫ്.